ഒരുപക്ഷെ കേരളത്തിലുള്ള സകല ആർട്ടിഒമാരും സൂക്ഷിക്കേണ്ട ലൈസൻസാ. ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ഓട്ടോമാസ്ക് മലയാളം. ഇന്ന് വളരെ സ്പെഷ്യലായ, വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഒരാളുമായിട്ടാണ് ഓട്ടോമാസ്ക് ടീം നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. മറ്റാരും തന്നെയല്ല, 71-ാം വയസ്സിലും JCB പുഷ്പം പോലെ ഓടിക്കുന്ന മണിയമ്മ. അപ്പോൾ ഓട്ടോമാസ്ക് മലയാളത്തിന്റെ നമ്മുടെ ഒരു ചാനൽ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, മണിയമ്മ ആദ്യമായിട്ട് ഓടിക്കുന്ന വാഹനം ഏതാണ്? ഫോർ വീലർ ആണ്. ഏത് വാഹനമാണ് ഓടിച്ചത്? അംബാസഡർ ആയിരുന്നു. അത് എങ്ങനെയാണ്, സ്വന്തമായിട്ട് നമുക്ക് വാഹനം ഓടിക്കണമെന്നുള്ള ആഗ്രഹമാണോ, അത് ആരുടെയെങ്കിലും ഇഷ്ടം കൊണ്ടാണോ? അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. അതിനുശേഷം ഈ ഒരു വാഹനത്തിന്റെ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ഏത് വർഷത്തിലാണ്? 81-ലാണ്. ഞാനൊക്കെ ഇപ്പൊ ജനിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഓക്കെ. 81-ൽ ആദ്യത്തെ ഫോർ വീലർ ലൈസൻസ് എടുത്തത്. അതിനുശേഷം പിന്നെ അടുത്തടുത്ത ലൈസൻസ് ഏതിന്റെ? 3 വർഷത്തിന് ശേഷം ഹെവി. അന്നൊക്കെ ഫോർ വീലർ എടുത്ത് 3 വർഷം കഴിഞ്ഞാലേ ഹെവി കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഹെവിയാണ് ലൈസൻസ്. ഹെവി എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ് ലോറി ബാഡ്ജ്, അതാണ് വിത്ത് ബാഡ്ജാണ് എടുത്തിട്ടുള്ളത്. 3 വർഷം കഴിഞ്ഞിട്ട് ബസ് എടുക്കണമെങ്കിൽ ബാഡ്ജ് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെ മണിയമ്മ ആദ്യമായിട്ട്, ഞാനൊക്കെ ജനിക്കുന്നതിനും ഒരുപാട് മുന്നേ ആദ്യമായിട്ടൊരു ഫോർ വീലർ ലൈസൻസ് എടുക്കുന്നു. അംബാസിഡറിന്റെ ലൈസൻസ് ആണ് എടുത്തത്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഹെവി വെഹിക്കിൾസിലോട്ട് വന്നു. ഇന്നിപ്പം സ്വന്തമായിട്ട് എത്ര വാഹനങ്ങളുടെ ലൈസൻസ് ആണുള്ളത്? 11 വാഹനങ്ങളുടെ ലൈസൻസ് ആണ് ഇന്ന് മണിയമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. ഇത്രയും വാഹനങ്ങളുടെ ലൈസൻസ് ഒക്കെ എടുത്ത് ഇത്രയും പോപ്പുലർ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു കാണുമല്ലോ. എന്താണ് അപ്പൊ തോന്നിയത്? വളരെ അഭിമാനം തോന്നി. ഇപ്പോൾ നമ്മള് ലേഡീസ് ഒക്കെ ഇത്ര വാഹനങ്ങളുടെ ലൈസൻസ് അധികാരം തന്നെ എടുത്തിട്ടില്ല. പക്ഷെ ഇത് കണ്ട് മോട്ടീവായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ മണിയമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വാഹനങ്ങളോട് പാഷനുണ്ട്. പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻ, സ്വന്തം മനസ്സിനെ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ നമുക്ക് പെൺകുട്ടികൾക്ക് ഇത്രയേ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് കുറേ ലിമിറ്റേഷൻ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ആരൊക്കെയോ അവരുടെ മേലിൽ ചാർത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല ലൈഫ്. നമ്മൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ അതെല്ലാം സ്വന്തമാക്കണമെന്നാണ് മണിയമ്മ നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മാത്രം കണ്ടാൽ പോരാ, മണിയമ്മ എങ്ങനെയൊക്കെയാണ് വാഹനം ഓടിക്കുന്നത്, എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. എനിക്ക് ആകെ ഫോർ വീലർ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ഫോർ വീലർ ഉണ്ട്, ടു വീലർ ഉണ്ട്. വേറെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. JCB ഒക്കെ ഓടിക്കണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു. മണിയമ്മ JCB ഓടിക്കാൻ പഠിപ്പിക്കുന്നതും JCB ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ ഇന്ന് തന്നെ പഠിപ്പിച്ചിട്ടല്ലേ വിടത്തുള്ളൂ. അപ്പൊ നമ്മൾ സമയമൊന്നും തന്നെ കളയുന്നില്ല. ഇന്ന് മണിയമ്മയോടൊപ്പം, മണിയമ്മയുടെ സ്റ്റുഡന്റ് ആയിട്ട്, ശിഷ്യനായിട്ട് ഞാനങ്ങ് ജോയിൻ ചെയ്യുവാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാനും ഒരു 11 ലൈസൻസിന്റെ ഉടമയൊക്കെയായി മാറിയേക്കാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ഒരു അടിപൊളി വീഡിയോയിലോട്ട് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോമാസ്ക് മലയാളം. നമ്മൾ ഈ JCBയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പോകുന്നത്. നമ്മൾ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ, കർഷകനല്ലേ മേഡം കള പറിക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ അതുപോലെ കള പറിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ JCB നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ സൈഡിലുണ്ട്. അപ്പോൾ JCBയുടെ വിശേഷങ്ങൾ. മണിയമ്മ, എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത? ഇതിപ്പോ നമുക്ക് എവിടെയെങ്കിലും മണ്ണൊക്കെ എടുക്കണമെങ്കിൽ ഇത് ബക്കറ്റ് എന്ന് പറയും. ഇത് അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആക്കാം, നടുക്കുന്ന ഇങ്ങനെ കോരുകയും ചെയ്യാം. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ. ഈ സ്റ്റെബിലൈസർ നമ്മൾ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ അവിടെ ഇതുണ്ട്, ലിവർ കൊടുത്തിട്ടുണ്ട്. അത് താഴ്ത്തി വെക്കാം. അപ്പോൾ സ്റ്റേണായിട്ട് ഇരിക്കുമല്ലോ. എന്നിട്ട് ഈ ബൂം എങ്ങോട്ടാണോ, ഏത് സൈഡിലോട്ട് മാറ്റണോ ആ ബൂം മാറ്റാനായിട്ട് ലിവറുണ്ട്. അത് മാറ്റി ഈ ബക്കറ്റ് കൊണ്ട് മണ്ണ് വേണമെങ്കിൽ കോരി എടുത്തിട്ട് അത് വേറെ ഒരു സ്ഥലത്തോട്ട് ഇടണമെങ്കിൽ അത് അങ്ങനെ ഇടാം. ഇത് ഡിപ്പ്, ഇത് ബൂം, ഇത് സ്റ്റെബിലൈസർ, ഇത് ബക്കറ്റ്. ഈ ബക്കറ്റ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ചേഞ്ച് ചെയ്യാനും ഇതിങ്ങനെ അടിയിൽ നിന്ന് നന്നായിട്ട് കോരി എടുത്ത് അത് പൊക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാം. അപ്പോൾ ഞാനും കൂടി നമ്മുടെ JCBയുടെ ഉള്ളിലോട്ടൊന്ന് കയറുവാണ്.
അപ്പം ഞാനും മണിയമ്മ ഇപ്പോൾ JCBയുടെ ഉള്ളിലിരിക്കുകയാണ്. നമുക്കിനി JCBയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. മണിയമ്മ, അപ്പോൾ എന്തൊക്കെയാണ് ഈ JCBയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് JCBയിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇത് അങ്ങോട്ട് ഇങ്ങനെ പൊങ്ങി ഫ്രണ്ട് ബക്കറ്റ് ഉണ്ടാക്കിയ അത് താഴ്ന്ന്. പിന്നെ ഇത് ഗിയറാണ്. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. അതിന്റെ മേളിലുള്ള അതെന്താ? ഇത് കൂടുതൽ നമ്മൾ ഭാരമൊക്കെ കൂടുതൽ എടുക്കുമ്പോ കുറച്ചുകൂടി റേസ് ചെയ്താൽ മാത്രമേ പവർ കിട്ടുള്ളൂ. ഇത് ഒരു നോർമൽ കൂടുതലല്ലേ, അപ്പൊ നന്നായിട്ട് റേസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ ചെളിയൊക്കെ കോരിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി പവർ വേണ്ടി. അപ്പൊ അതിനുള്ളതാണ്. അപ്പോൾ നമുക്ക് JCB ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെയൊക്കെ പ്രവർത്തനം കൂടി ഒന്നറിയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യം സ്റ്റെബിലൈസർ അല്ല, ഇത് സ്റ്റെബിലൈസർ വെച്ച് വണ്ടിയുടെ ഹൈറ്റ് അല്ലേ? ഹൈറ്റ് ഇത് മുകളിലോട്ടും പൊക്കാം, താഴത്തോട്ട്. സ്റ്റെബിലൈസർ താഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതാകുമ്പം നമ്മുടെ നല്ല പിടുത്തം കിട്ടും അല്ലേ സാറേ? ഓക്കെ, അത് കഴിഞ്ഞ് ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് മണിയമ്മ? ഓക്കെ, കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് മുന്നിലോട്ടാക്കുമ്പോഴാണല്ലേ? തിരിച്ചാക്കുമ്പോ താഴോട്ടാണ്. ഓക്കെ, അപ്പോ ഇടതുവശത്തുള്ള അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? വണ്ടിയിൽ സാധനം അപ്പുറത്തെ വശത്തോട്ടാണ് ഇടണമെങ്കിൽ അത് അപ്പുറത്തോട്ട് തിരിക്കണം. ഓക്കെ, ഓക്കെ. ഇത് അവിടെ നിന്നാണ് മണ്ണ് നമ്മൾ കോരി എടുക്കണമെങ്കിൽ അത് കൊണ്ടുപോയി അപ്പുറത്തെ വശത്തിടണമെങ്കിൽ. അപ്പൊ ഇതിന്റെ ഡയറക്ഷനും പിന്നെ ആദ്യം കാണുന്നതും ലെഫ്റ്റ് ലിവർ കൊണ്ടാണ്. ബൂം അല്ലേ? ബക്കറ്റ്, സ്റ്റെബിലൈസർ. അപ്പൊ ഈ മൂന്ന് സംഭവത്തിന്റെ കൺട്രോൾസും ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പൊ പുറകോട്ട് തിരിഞ്ഞിരുന്ന് ഇത് ലെവൽ ചെയ്യോ ലെവലൊക്കെ ഇപ്പൊ ഫ്ലോറൊക്കെ നമ്മള് മണ്ണൊക്കെ കൊണ്ടുപോയിട്ടിട്ടൊന്ന് ലെവൽ ചെയ്യണമെങ്കിൽ അതില് മുൻവശത്തെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. JCB ഒക്കെ ഓടിക്കുമ്പോഴേ ആദ്യമായിട്ട് ഓടിച്ചപ്പോ പേടി തോന്നിയിട്ടുണ്ടോ? ആദ്യം ഇത്തിരി പേടി തോന്നും. ഇതിന്റെ എന്നാന്ന് ചെറിയ വണ്ടിയുടെ പോലെയുള്ള ഇതല്ലല്ലോ, കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് പിന്നെ ശീലാവുമ്പോ മാറിക്കോളും. ആരാ JCB പഠിപ്പിച്ചതൊക്കെ ആരാണ്? അതൊക്കെ മക്കള് തന്നെയാണ്. എത്ര മക്കളാണ് മണിയമ്മയ്ക്ക്? എനിക്ക് 3 മക്കളാണ്. അതില് അരവിന്ദന്റെ അച്ഛനാണ് മൂത്തത്. അയാളാണ് ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിന്റെ മൊത്തം കാര്യങ്ങൾ അയാളാണ് നോക്കുന്നത്. പക്ഷെ ഒരാൾക്ക് അയാളും ഡ്രൈവിംഗ് സ്കൂളിന്റെ തന്നെയായിരുന്നു, കൺസ്ട്രക്ഷൻ ഫീൽഡും കൂടി ഉണ്ട്. അപ്പൊ അയാൾക്ക് അതിൽ കൂടുതൽ സമയം ചെലവാക്കേണ്ടി വരുന്നതുകൊണ്ട് അയാൾ ഡ്രൈവിംഗിലോട്ട് എത്തണില്ല. പക്ഷെ അഡ്വൈസും കാര്യങ്ങളും എല്ലാം ചെയ്യും. പക്ഷെ ഈ പ്രവർത്തനങ്ങളിലോട്ട് അധികം ആൾക്ക് സമയമില്ല. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ സ്ഥലം ഏഴിമല, കോട്ടയം അങ്ങനെയൊക്കെ സൈറ്റ് ഉണ്ട്, MES അങ്ങനെയൊക്കെ സൈറ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ മകള് ഉണ്ടായിരുന്നു. മകള് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിത. കുടുംബപരമായിട്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്റെ ഫാഷൻ കൊണ്ടാണ് എല്ലാരും ഇങ്ങനെ ആയത്. മിലനൊക്കെ തനിയെ അരവിന്ദന്റെ അച്ഛനൊക്കെ തനിയെ അതിന്റെ ഭയങ്കര സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ എന്നൊക്കെ അന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും A+ ഒക്കെ മേടിച്ചാലേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അയാൾക്കൊന്നും ഇതെടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത്. ഇപ്പൊ അരവിന്ദനാണ് ആ ഭാഗ്യം ലഭിച്ചത്.
പുള്ളിക്ക് എന്തോ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എല്ലാ ലൈസൻസും എടുത്ത ഒരാളെന്നുള്ള നിലയിൽ നമുക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെ മണിയമ്മ എന്നെ JCB ഓടിക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ പഠിക്കാൻ പറ്റും, ഇത്രയും നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റുഡൻസിന്റെ നല്ലൊരു ടീച്ചറായി മാറാനായിട്ട് മണിയമ്മയ്ക്ക് പറ്റട്ടെ. ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസിന്റെ ടീച്ചറാണ്. ഇനിയും ഇതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഈ ഒരു A to Z എന്ന ഡ്രൈവിംഗ് സ്കൂൾ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ. അപ്പോൾ നമ്മൾ മണിയമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തിനാണ് എത്തിയെന്നായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വിശ്വവിഖ്യാതമായ ആ ലൈസൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലുള്ള സകല ആർട്ടിഒമാരും സൂക്ഷിക്കേണ്ട ലൈസൻസാ. വണ്ടി ചെക്കിങ്ങിന് പിടിച്ചാൽ ഇതിൽ ഏതാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാതെ നമ്മൾ വിടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ വണ്ടിയുടെ ലൈസൻസ് ആണുള്ളതെന്ന് ഇതിൻ്റെ ഓണറായ മണിയമ്മ തന്നെ നമുക്ക് പറഞ്ഞു. 4 വീലറാണ് Q1 എടുത്തത്. പിന്നെ 24 എക്സ്കവേറ്റർ ട്രെയിലർ ഹെവി 84 എടുത്തത്. അങ്ങനെ 93 മോട്ടോർ സൈക്കിൾ, 94 ഓട്ടോറിക്ഷ, 2014 ട്രെയിലർ, എക്സ്കവേറ്റർ, ഫോർക്ക് ലിഫ്റ്റ്, റോഡ് റോളർ, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ട്രാക്ടർ. ഓക്കെ. അങ്ങനെ മൊത്തം 11 ലൈസൻസ്. ഇതാണ് നമ്മൾ കറക്റ്റ് പറഞ്ഞ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. ഏജൊക്കെ വെറുതെയാണ്, വെറും നമ്പറാണ്. ഇപ്പോഴും 60 വയസ്സാകുമ്പോൾ എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന അമ്മമാരോടും അപ്പൂമ്മമാരോടും പറയാനായിട്ടുള്ളത് ഇതൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക. ആർക്കാണ് ഏജ് ആവുന്നത്? ഇതുപോലെ മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ വരണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോ സമ്മാനിച്ചത് A to Z ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെവി എക്യുപ്മെന്റ്, അതിൻ്റെ സ്വന്തം മണിയമ്മയുടെ കൊച്ചുമകനായ അരവിന്ദ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓട്ടോമാസ്കിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഇതുപോലുള്ള ഇനിയും വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും. അതുവരെ കാത്തിരിക്കുക. സോ താങ്ക് യു വെരി മച്ച്.